ഹലോ, വെൽക്കം ടു കുട്ടീസ് ടോക്സ്. ഫിഫ്ത്ത് സെം ബികോമിൻ്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിന്നത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് തേർഡ് ചാപ്റ്ററാണ്, റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഒരു എൻറ്റയർ പ്ലാനാണ്. അതായത് ഒരു റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിൻ്റെയും ഒരു പ്ലാൻഡ് സീക്വൻസ് ആണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ എൻഡ് റിസൾട്ട് വരെ അതെന്താ ഒരുപാട് സ്റ്റേജസിലൂടെയാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഒരുപാട് പ്രോസസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താ, ഒരു ടൈം ബേസ്ഡ് പ്ലാൻ ആണ്. അതുപോലെ ഇതെന്താ ഒരു റിസർച്ച് ക്വസ്റ്റ്യനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർച്ച് ഡിസൈൻ എന്താക്കുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ റിസർച്ചിൻ്റെ പർപ്പസുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. അതുപോലെ ഡാറ്റാസൊക്കെ ഗ്യാദർ ചെയ്യാനും അനലൈസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റിസർച്ച് ഡിസൈൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എസെൻഷ്യൽ കൺസെപ്റ്റ്സ് കൺസേണിങ് ടു എ റിസർച്ച് ഡിസൈൻ. അതായത് റിസർച്ച് ഡിസൈനെ കൺസേൺ ചെയ്യുന്ന കൺസെപ്റ്റ് ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിന് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന വേരിയബിൾസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് എക്സ്ട്രോണിയസ് വേരിയബിൾസ്. നമ്മുടെ പർപ്പസ് ഓഫ് സ്റ്റഡി ആയിട്ട് ഇതെന്താ റിലേറ്റഡ് അല്ല. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, എന്നാൽ ഇത് ചില സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തതാണ് കൺട്രോൾ. എക്സ്ട്രോണിയസ് വേരിയബിൾസിൻ്റെ എഫക്റ്റൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൺട്രോൾ എന്ന് പറഞ്ഞ ടേമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നാലാമത്തതാണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. എക്സ്ട്രോണിയസ് വേരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ കഴിയാത്ത ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെയാണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും എക്സ്ട്രോണിയസ് വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പാണ് ഇത് കാണിക്കുന്നത്. അഞ്ചാമത്തതാണ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഈ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആറാമത്തതിനാണ് എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു റിസർച്ചിൽ മണിപ്പുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത്. മണിപ്പുലേഷൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തതാണ് ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് ഒക്കെ ഇൻവോൾവ് ആവുന്ന ഒരു ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെയാണ് പറയുന്നത്. ഇനി എട്ടാമത്തതാണ് എക്സ്പെരിമെൻറ്റ്. ചില റിസർച്ച് പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിൻ്റെ ട്രൂത്തൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒമ്പതാമത്തതാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. അതായത് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലോട്ട്സിനെയാണ് ഈ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ്, അതായത് പത്താമത്തെ പോയിൻ്റാണ് എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. സ്പെഷ്യൽ കണ്ടീഷൻസിന് ഒക്കെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പ്സിനെയാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ക്രൂഷ്യൽ കണ്ടീഷൻസിനൊക്കെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പ്സിനെയാണ് കൺട്രോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു റിസർച്ച് ഡിസൈനെ കൺസേൺ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ഡിസൈൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഏത് പ്രോബ്ലം ആണോ സോൾവ് ചെയ്യാനുള്ളത് ആ ഒരു പ്രോബ്ലത്തെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഐഡൻറ്റിഫൈയിങ് റിസർച്ച് ഗ്യാപ്പ്. ഇൻസഫിഷ്യൻ്റ് ആയിട്ട് റിസർച്ചിൽ നിൽക്കുന്ന ഏരിയാസിനെയാണ് ഈ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതൊന്നുകിൽ ഒരു ക്വസ്റ്റ്യൻ ആവാം, ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ആവാം, മിസ്സിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആവാം, അല്ലെങ്കിൽ ഏരിയാസ് ആവാം. മിസ്സിംഗ് ആയിട്ട് റിസർച്ചിൽ നിൽക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏരിയനാണ് ഈ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് സോഴ്സസ് ഓഫ് ദി ഇൻഫർമേഷൻസ് ടു ബി യൂട്ടിലൈസ്ഡ്.
ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്നായിരിക്കണം ഇൻഫർമേഷൻസ് ഒക്കെ എന്താക്കാൻ വേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നാലാമത്തതാണ് നേച്ചർ ഓഫ് സ്റ്റഡി. ഏത് കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് നമ്മുടെ സ്റ്റഡീൻ്റെ നേച്ചർ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണോ, അല്ലെങ്കിൽ കമ്പാരറ്റീവ് സ്റ്റഡി ആണോ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണോ, അങ്ങനെയൊക്കെ നോക്കുന്നതിനാണ് ഈ നേച്ചർ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഏത് കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി അഞ്ചാമത്തതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി ആൻഡ് ഹൈപ്പോത്തസിസ്. ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൂടി ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ആറാമത്തതാണ് ജോഗ്രഫിക്കൽ ഏരിയാസ് ടു ബി കവേർഡ്. അതായത് ഒരു സ്റ്റഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയാസ് മെൻഷൻ ചെയ്യണം. എവിടെ നിന്നൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം എന്നൊക്കെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ഏഴാമത്തതാണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റഡി. അതായത് ഹ്യൂമൻ ബീങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയാണ് സ്റ്റഡി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പീപ്പിൾസിൻ്റെ സോഷ്യോ കൾച്ചറൽ ഫാക്ട്സ് കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എട്ടാമത്തതാണ് ഐഡൻറ്റിഫൈങ് ദി വേരിയബിൾസ്. ഏതൊക്കെ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് പല ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, എക്സ്ട്രോണിയസ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ അതിലേത് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി ഒമ്പതാമത്തതാണ് പീരീഡ് ഓഫ് സ്റ്റഡി. ഏത് പീരീഡിലുള്ള സ്റ്റഡി ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പത്താമത്തതാണ് ഡയമെൻഷൻസ് ഓഫ് ദി സ്റ്റഡി. എത്ര കേസസ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ എന്താണ്, അതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 11ാമത്തതാണ് ബേസിസ് ഫോർ സെലക്ടിങ് ദി ഡാറ്റ. സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റാസ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി ഡാറ്റാസ് ഉണ്ട്. ഇതിലേത് ടൈപ്പ് ഡാറ്റാസ് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യണം. അതായത് ഒരു ഡാറ്റ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമും കോസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി 12ാമത്തതാണ് ടെക്നിക്സ് ഓഫ് സ്റ്റഡി. ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നെസസറി ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം. ഇനി 13ാമത്തതാണ് കൺട്രോൾ ഓഫ് എറർ. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ കൺട്രോൾ എന്ന് പറഞ്ഞ ടേം എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഒരു കൺട്രോൾഡ് സെറ്റപ്പിലാണ് ഈ എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ നടത്തുക. അവിടെ ആ ഒരു കൺട്രോളിൽ നിന്ന് ചില എറേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഈ കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ റിസർച്ച് ഡിസൈൻ്റെ സ്റ്റെപ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈന്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന്, കോറിലേഷണൽ റിസർച്ച് ഡിസൈന്, സെമി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈന്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈന്, റിവ്യൂ റിസർച്ച് ഡിസൈന്, മെറ്റാ അനലിറ്റിക് റിസർച്ച് ഡിസൈൻ. ഇതൊക്കെ റിസർച്ച് ഡിസൈൻ്റെ ടൈപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 ടൈപ്പ് റിസർച്ച് ഡിസൈനാണ് പഠിക്കാനുള്ളത്. അതായത് എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈന്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈന്. ഈ 3 റിസർച്ച് ഡിസൈനാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്താണെന്നാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യൽ ടൈപ്പ് ഓഫ് റിസർച്ചാണ്. അതായത് ഇനീഷ്യലി ചെയ്യുന്ന ഒരു റിസർച്ചിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ ന്യൂ പ്രോബ്ലം ആണ്. അതായത് എന്തിനേലും കുറിച്ചിട്ട് പുതുതായി പഠിക്കുന്നതിനാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂ കൺസെപ്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു റിസർച്ചാണിത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആയിട്ട് പറയുന്നത് ഒരു ബിസിനസ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സോ ഇതിനെന്താ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നും പറയുന്നുണ്ട്. അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നും പറയുന്നുണ്ട്. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സ്പീരിയൻസ് സർവേ.
അതായത് ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് സർവേ നടത്തുന്നതിനാണ് ഈ എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനുള്ളിലോ പുറത്തോ ഉള്ള നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യും. അതാണെന്ത് ഈ എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് പൈലറ്റ് സ്റ്റഡീസ്. മെയിൻ സ്റ്റഡീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്മോൾ സ്റ്റഡീസിനെയാണ് ഈ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. നേരത്തെ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസിനെയാണ് സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഡാറ്റാസിനെ അനലൈസ് ചെയ്യുന്നതിനാണ് ഈ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് കേസ് അനാലിസിസ്. നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്ന റിസർച്ചിൻ്റെ പ്രോബ്ലം ആയിട്ട് റിലേറ്റഡ് ആയ കേസ് സ്റ്റഡീസ് മുൻപ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസ് സ്റ്റഡീസൊക്കെ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുക. അതിനാണ് ഈ കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. അതായത് കറക്റ്റായിട്ട് ഒരു പ്രോബ്ലത്തെ ഡിസ്ക്രൈബ് ചെയ്യുക. അതായത് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്താക്കും, നമ്മൾ ഫസ്റ്റ് അതിനെ അനലൈസ് ചെയ്യും. ഈ പാസ്റ്റ് ഡാറ്റാസൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുക. ഇവിടെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നതില്ല. ആ ഒരു പ്രോബ്ലം എന്താണെന്ന് ഫൈൻഡ് ചെയ്യുകയാണ്. അതായത് പാസ്റ്റ് ഡാറ്റാസൊക്കെ നോക്കിയിട്ട് എന്താണ് ആ ഒരു പ്രോബ്ലം എന്ന് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ട സൊല്യൂഷൻസ് ഒന്നും ഇവിടെ ഫൈൻഡ് ചെയ്യുന്നില്ല. ആ ഒരു പ്രോബ്ലം എന്താണെന്ന് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യാം. അതായത് ഒബ്സർവ് ചെയ്യാം. ആ ഒരു പ്രോബ്ലത്തെ നല്ലോണം ഒബ്സർവ് ചെയ്യും. എന്നിട്ടാണ് ആ ഒരു പ്രോബ്ലത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യുക. എന്നാലാണ് അതിന് വേണ്ട സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഈ റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. അതായത് ഇത്രയാണ് ഈ റിസർച്ച് ഡിസൈൻ്റെ ടൈപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വേരിയബിൾസ് ഇൻ റിസർച്ച്. ചേഞ്ചസ് സംഭവിക്കുന്ന എന്തിനേയും നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ പല ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, മോഡറേറ്റിംഗ് വേരിയബിൾസ് ഉണ്ട്, ഇൻ്റർവെനിങ് വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിൾസിനാണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൽ ചേഞ്ചസ് ഒക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കൊണ്ടുവരുന്നുണ്ട്. ഒന്നുകിൽ അതെന്താവാം, പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. രണ്ടാമത്തതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ചേഞ്ചസ് ഒന്നുകിൽ എന്താവാം, പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇനി മൂന്നാമത്തതാണ് മോഡറേറ്റിംഗ് വേരിയബിൾസ്. ഈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനൊക്കെ മോഡിഫൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ആൾട്ടർ ചെയ്യുകയോ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഈ മോഡറേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മറ്റ് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനൊക്കെ ഇത് എന്താക്കുന്നുണ്ട്, ഓൾട്ടർ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തതാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഇടയിൽ നിൽക്കുന്ന വേരിയബിൾസിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്ട്രോണിയസ് വേരിയബിൾസ്. നമ്മുടെ പർപ്പസ് ഓഫ് സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് അല്ല. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അത് ചില സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വേരിയബിൾസിൻ്റെ ടൈപ്പിൽ പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് ഡിസൈനിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.